പടം അനിരുദ്ധിൻ്റെ പടമാണ്. അനിരുദ്ധാണ് തകർത്തേക്കുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ച മറ്റേ ലോകേഷ് അഭിനയിക്കുന്നുണ്ട്, കിട്ടില്ലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. മറ്റേ ഇതിൻ്റെ വയലൻസ് എന്ന് പറഞ്ഞാൽ മാർക്കോടെ അപ്പനായിട്ട് വരും. അതുപോലെ പിന്നെ ഇതിൻ്റെ DC ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ആ ഒരു മ്യൂസിക് വരുമ്പോൾ ഉണ്ടല്ലോ തിയേറ്റർ ഇളക്കി മറിയും വരുന്നുണ്ട്. കിട്ടില്ല മ്യൂസിക് എന്ന് പറഞ്ഞാൽ കിട്ടിലും ഇത് അനിരുദ്ധ് തകർത്തിട്ടുണ്ട്. പിന്നെ വയലൻസ് ചോരക്കളിയാണ് പടം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വരാം. അങ്ങനെ പുള്ളി ലോകേഷ് കിടിലം ആയിട്ടുണ്ട്, ഉഗ്രനായിട്ടുണ്ട് ലോകേഷ് പടം. അടുത്ത ഒരു ഹാഫിന് വേണ്ടി കാത്തിരിക്കും. അതുകൊണ്ട് ഉഗ്രപടം തകർത്തും. ഓക്കെ, എന്ന് പറയുമ്പോൾ നമുക്ക് അനിരുദ്ധിൻ്റെ മ്യൂസിക്കലാണ് മെയിൻലി പറയേണ്ടത് വെച്ചാൽ നമ്മുടെ തിയേറ്ററിൽ ഇത്ര നല്ലൊരു ക്രൗഡ് വന്നിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ക്രൗഡ് നല്ലൊരു രസമാണ് തിയേറ്ററിൽ കാണാൻ. മൂവി ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഇങ്ങനെ ഒരു ടൈപ്പ് മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഐ തിങ്ക് ഇഷ്ടപ്പെടും. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് പറയാം പടം മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത്. മാസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ എങ്ങനെ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇമോഷൻസ് ചെറുതായിട്ട് ഇമോഷൻസ് വന്നു പോകുന്നുണ്ട്. മാസിനെ ഒരു കുറവെന്ന് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് കൊള്ളാൻ തന്നെ. സൗണ്ടും BGM ഒക്കെ പക്കയാണ്. ഇത് രോമാഞ്ചിഫിക്കേഷൻ എഫക്റ്റാണ് ഫുള്ള്.